നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 24-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മുഹറം അവധിയിൽ മാറ്റമില്ല. മുൻപ് നിശ്ചയിച്ചതുപോലെ പൊതു അവധി വെള്ളിയാഴ്ച തന്നെയായിരിക്കും. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മുഹറം 10 വരുന്നത് വ്യാഴാഴ്ചയാണെങ്കിലും അന്ന് പ്രവൃത്തി ദിനമായിരിക്കും. സംസ്ഥാനത്തെ അവധി കലണ്ടർ പ്രകാരം വെള്ളിയാഴ്ച തന്നെയാണ് മുഹറം അവധി നിശ്ചയിച്ചിട്ടുള്ളത്. അന്നേ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധിയായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിലും അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിപണിയിൽ പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായിട്ടുള്ള മത്സ്യങ്ങൾ വ്യാപകമായിട്ട് എത്തുന്നതായിട്ട് ആശങ്കാജനകമായിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ രാസവസ്തുക്കളൊക്കെ തന്നെ കലർന്ന മീനുകൾ കേരളത്തിലേക്ക് എത്തുന്നത്. ചൂര, സ്രാവ്, തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളിലാണ് ഫോർമാലിൻ അടക്കമുള്ള മാരകമായിട്ടുള്ള കെമിക്കലുകളൊക്കെ തന്നെ വ്യാപകമായിട്ട് ചേർക്കുന്നത്. പുറമേക്ക് കാണുമ്പോൾ നല്ല പച്ചമീനാണെന്ന് തോന്നുമെങ്കിലും ഇവ പാചകം ചെയ്യുമ്പോഴത്തേക്കും ആ മാംസത്തിന് കറുത്ത നിറം വരികയും അതുപോലെ തന്നെ കറി പതഞ്ഞ് തിളച്ചു പൊന്തുകയും ചെയ്യുന്നതായിട്ട് നിരവധി പരാതികളുണ്ട്. നിയമപ്രകാരം മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ -14 ഡിഗ്രി താപനില നിലനിർത്തുകയോ കൃത്യമായ അളവിൽ ഐസ് ഇടുകയോ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കാതെ മിനി ലോറികളിലൊക്കെ തന്നെ മൂടിക്കെട്ടിയാണ് ഇത്തരം മത്സ്യങ്ങളൊക്കെ തന്നെ കടത്തുന്നത്. റോഡ് മാർഗം എത്തുന്നതിൻ്റെ 4 ഇരട്ടി മത്സ്യം ട്രെയിൻ വഴി വരുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്താനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് അധികാരമില്ലാത്തതും ചെക്ക് പോസ്റ്റുകളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടക്കാത്തതും സ്ഥിതിഗതികളൊക്കെ തന്നെ കൂടുതൽ ഗുരുതരമാക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഒറ്റപ്പെട്ട റെയ്ഡുകൾ മാത്രമാണ് ഏക ആശ്വാസം. അതേസമയം കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മത്സ്യം ലഭിക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ വില അല്പം കൂടുതലാണെങ്കിലും മത്തി, നത്തോലി തുടങ്ങിയ ചെറിയ മീനുകൾ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. രാസവസ്തുക്കൾ അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് കരൾ, വൃക്ക രോഗങ്ങൾക്കും കാഴ്ച മങ്ങുന്നതിനും ക്യാൻസറിനും കാരണമാകുമെന്നതിനാൽ തന്നെ മത്സ്യം വാങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ അത് സൂക്ഷിക്കുമ്പോഴും അതീവ ജാഗ്രത പുലർത്തുകയും ഈ വിവരങ്ങൾ അത് പരമാവധി ആളുകളിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി ക്ഷാമത്തിനും അതോടൊപ്പം തന്നെ കറണ്ട് കട്ടിനും കാരണം പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസമാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ജൂൺ 30 വരെ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പീക്ക് അവറുകളിലെ കറണ്ട് കട്ട് എത്ര നാൾ തുടരേണ്ടി വരുമെന്ന വി ജോയ് MLA ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ശക്തിപ്പെടാത്തത് അന്തരീക്ഷ താപനില കുറയാത്തതിനും അതുവഴി വൈദ്യുതി ഉപയോഗത്തിലൊക്കെ തന്നെ 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധനവിനും കാരണമായി മാറി. നിലവിൽ ജൂൺ 16 മുതൽ 30 വരെയുള്ള കാലയളവിൽ ഏകദേശം 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് സംസ്ഥാനം നേരിടുന്നതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വേനൽക്കാലത്തെ ക്ഷാമം പരിഹരിക്കാനായിട്ട് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വാപ്പ് കരാർ പ്രകാരം വാങ്ങിയ വൈദ്യുതി ജൂൺ 15 മുതൽ തിരികെ നൽകേണ്ടതുണ്ട്. ഈ കരാറിൽ വീഴ്ച വരുത്താൻ സാധിക്കാത്തതിനാൽ തന്നെ വൈദ്യുതി മടക്കി നൽകി തുടങ്ങിയത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരമാവധി 4100 മെഗാവാട്ട് വൈദ്യുതി ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചൂട് കൂടിയതോടെ ഇത് 4900 മെഗാവാട്ടായിട്ട് ഉയർന്നു. ദിവസേനയുള്ള ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധനവാണ് ഉണ്ടായതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് KYC എല്ലാവരും നിർബന്ധമായും ചെയ്യണം എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ കൃഷി വകുപ്പോ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെയൊരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല. എങ്കിലും ഗുണഭോക്താക്കൾ തങ്ങളുടെ ഇലക്ട്രോണിക് KYC സ്റ്റാറ്റസ് അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. നിലവിൽ ഈ KYC അപ്ഡേറ്റ് അല്ലെങ്കിലോ അത് വീണ്ടും ചെയ്യാൻ നിർദ്ദേശമുണ്ടെങ്കിലോ 2026-27 സാമ്പത്തിക വർഷത്തേക്ക് ഇത് പുതുക്കാവുന്നതാണ്. മുൻപ് വെബ്സൈറ്റ് വഴി ചെയ്യാമായിരുന്ന ഈ സംവിധാനം ഇപ്പോൾ മൊബൈൽ ആപ്പ് വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിനായിട്ട് ഫോണിൽ PM കിസാൻ ആപ്പും ആധാർ ഫേസ് RD ആപ്പും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഫേസ് ഒതൻറ്റിക്കേഷൻ വഴി പ്രക്രിയ പൂർത്തിയാക്കാം. അല്ലാത്ത പക്ഷം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ജൂൺ 30 അവസാന തീയതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതിനാൽ തന്നെ അതിനുശേഷവും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും നിർബന്ധമായിട്ടും ഇത് ചെയ്യണമെന്ന ഒരു പൊതു നിർദ്ദേശം അല്ലെങ്കിൽ പൊതു അറിയിപ്പ് നിലവിൽ കേന്ദ്ര സർക്കാരും നൽകിയിട്ടില്ല എന്ന കാര്യം എല്ലാ പൊതുജനങ്ങളും മനസ്സിലാക്കുക.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് താൽക്കാലികമായിട്ട് മുടങ്ങിയിരുന്ന ഒരു പ്രധാന ക്ഷേമ പദ്ധതി സർക്കാർ പുനഃസ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയാണ്. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം ലഭിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. ഏറ്റവും കൂടുതൽ ധനസഹായം അർഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസമായാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, നൈപുണ്യ വികസന അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ ചെയ്യുന്നവർ തുടങ്ങി 18-നും 30 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാവുക. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടിശ്ശികയുള്ളവർക്ക് അത് ലഭിക്കുമെന്നും മാത്രമല്ല, പുതുതായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കുമെന്നാണ് നിലവിലിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജൂലൈ മാസം 1-ാം തീയതി ആരംഭിക്കുന്ന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ചായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ പുറത്തുവരിക. നിലവിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സൂചനകൾ മാത്രമാണ് ഇതെങ്കിലും പദ്ധതി തുടരുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ വർഷത്തെ ബജറ്റിൽ ഇതിനാവശ്യമായിട്ടുള്ള തുക നീക്കിവെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി അവസാനിക്കുന്നില്ല. മാത്രമല്ല, കൂടുതൽ ആനുകൂല്യങ്ങളോടെ പദ്ധതി തുടരുകയാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കായിട്ട് വിവിധ വായ്പകളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ വായ്പ. വിദേശ പഠനത്തിനായിട്ട് 30 ലക്ഷം രൂപ വരെയും നമ്മുടെ സംസ്ഥാനത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള ഉന്നത പഠനത്തിനായിട്ട് 20 ലക്ഷം രൂപ വരെയും വായ്പയായിട്ട് ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാം. APL, BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ ഇതിനായിട്ട് ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഹാജരാക്കേണ്ടതുണ്ട്. 3 മുതൽ 5 വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി. മാത്രമല്ല, വളരെ കുറഞ്ഞ പലിശ നിരക്ക് മാത്രമാണ് ഉള്ളത്. വെറും 3% മുതൽ 6% വരെ. അതുകൊണ്ട് തന്നെ അർഹരായവർ ഈ വിദ്യാഭ്യാസ വായ്പ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനുമായിട്ട് വനിതാ വികസന കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അതിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. അർഹരായിട്ടുള്ള എല്ലാവർക്കും മുടങ്ങാതെ പെൻഷൻ നൽകാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് തന്നെ പാലിക്കും. പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും. അനർഹരായിട്ടുള്ളവരൊക്കെ തന്നെ പട്ടികയിലുള്ളത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജൂൺ 23 ചൊവ്വാഴ്ച ഇന്നലെ സർക്കാർ കടമെടുത്തിരുന്നു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് 24-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് ബുധനാഴ്ചയോ അല്ലെങ്കിൽ നാളെ വ്യാഴാഴ്ചയോ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 26-ാം തീയതി മുഹറമാണ്. അതുകൊണ്ട് തന്നെ പൊതു അവധിയാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം അവധിക്ക് ശേഷവും തുടർന്നേക്കാം. എങ്കിലും ജൂൺ 25ഓടെ തന്നെ തുക അക്കൗണ്ടുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവധിക്ക് ശേഷം, അതായത് 27, 28 തീയതികളിലായിരിക്കും വീടുകളിലെത്തിയുള്ള പെൻഷൻ കൈകളിൽ വിതരണം ചെയ്യുന്ന നടപടികളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. ജൂലൈ മാസം 5-ാം തീയതിയോടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും സജ്ജമാക്കുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള രേഖകൾ സമർപ്പിക്കാനും ഇനി കേവലം 6-7 ദിവസങ്ങൾ കൂടി മാത്രമാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും തന്നെ നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ അവിവാഹിത പെൻഷനൊക്കെ തന്നെ വാങ്ങുന്നവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. എന്നാൽ അന്ന് നൽകാനായിട്ട് കഴിയാത്തവർ മാത്രം ഇപ്പോൾ അത് വീണ്ടും സമർപ്പിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കാര്യം അത് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നിലവിൽ നൽകേണ്ടതില്ല. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 2026 ജൂൺ 23 ഇന്നലെ ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,375 രൂപയും പവന് 1,520 രൂപ കുറഞ്ഞ് 1,07,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരെ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.